അലിക, ഒരാളെ കുറിച്ച് നിങ്ങൾക്ക് കുറ്റം പറയാനുള്ള നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. ഈ 6 കാര്യം കാണാതെ പഠിച്ചോളൂ. കിട്ടുന്ന അവസരം കാച്ചിക്കളി. അതല്ലാത്ത ചുപ്രം അല്ലാതെ ഒന്ന് ഒരു പദ്യം ഉണ്ട്. ആ പദ്യം തന്നെ പാടിയിട്ട് എനിക്ക് അവതരിപ്പിക്കാം. الذم ليس في غيبة في ستة متظلم ومعرف ومحذر لمظهر طلبت ومظهر فسق ومستفت ومن طلب إعانة في إزالة المنكر. ഇതാണ് ഈ 6 കാര്യങ്ങൾ. അതിലൊന്ന് മുത്തമല്യം. ഒന്നെന്താ? മുത്തമല്യം എന്ന് പറഞ്ഞാൽ അക്രമത്തിന് വിധേയനായ ആള്. അക്രമത്തിന് മധുരൂം എന്ന് പറയും. അക്രമത്തിന് വിധേയനായ. അപ്പൊ എന്നെ ഒരാൾ ആക്രമിച്ചു, എന്നെ ഒരാൾ ഉപദ്രവിച്ചു, എന്നെ ഒരാൾ ചീത്ത പറഞ്ഞു എന്നെന്ത് ചെയ്യാം? ഇയാൾക്ക് സുൽത്താൻ എടുക്കലോ കാമിന്റെ എടുക്കലോ ജഡ്ജിന്റെ എടുക്കലോ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ അടുത്ത് എന്ത് ചെയ്യാം? പോയി അയാളെ കുറിച്ച് കുറ്റം പറയാം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാൾ നമ്മൾ അടിച്ചു, ഇപ്പൊ ഭാര്യ ഭർത്താവ് അടിച്ചു, അപ്പൊ അവിടെ ഉള്ളത് വാപ്പയുമ്മയാണ്. വാപ്പമാർ ഇവിടെ എന്റെ നിങ്ങൾ എന്ത് കെട്ടിച്ചു കൊടുത്ത് എന്റെ അയാൾ ഒത്തിരി അടിക്കുകയാണ്, എന്ത് കുറ്റാണ് അല്ലേ? അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യല്ലേ? എങ്ങനെയാണ്? അതായത് അക്രമം കാണിച്ചാല് ശ്രദ്ധിക്കാം. അതായത് ഉൽമ കാണിച്ചാൽ ഒരാൾ മറ്റൊരാളെ ഉപദ്രവിച്ചു. ശ്രദ്ധിക്കാം. അപ്പൊ നമ്മൾ ഒരാൾ ഉപദ്രവിച്ചു അല്ലെങ്കിൽ നമ്മളെ ചീത്ത പറഞ്ഞു, നമ്മൾ മാനസികമായിട്ട് പ്രയാസം കൊടുക്കാൻ അത് ഉത്തരവാദിത്തപ്പെട്ട ആളിൽ എന്ത് ചെയ്യാം? പറയാം. അതെന്തല്ല? അപ്പൊ അതങ്ങനെ ഒരുപാട് സംഭവം നബിന്റെ അടുത്ത് നബിയെ റസൂൽ എന്നെ ഇന്നാൾ അടിച്ചു, അതുകൊണ്ട് സഹാബിയുടെ പരാതി പറയണ്ടേ, എന്നെ ഇന്നാൾ ചീത്ത പറഞ്ഞു, അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ട് വരും. അപ്പൊ അങ്ങനെ ഒരാൾ അക്രമത്തിന് വിധേയരാൾക്ക് എന്ത് ചെയ്യാം? ആക്രമിച്ച ആളെ കുറിച്ച് എന്ത് ചെയ്യാം? ചിലപ്പോ അയാൾ ശ്രദ്ധിക്കാം, ചിലപ്പോ അയാൾ നല്ല മാന്യനായിരിക്കും സമൂഹത്തിൽ, വീട്ടിലാണ് പ്രശ്നം നടന്നത്, ഭാര്യ നല്ല മുദ്ര കൊടുത്തു, പക്ഷെ അയാൾ ഭയങ്കര ആൾ പള്ളിയുടെ കമ്മിറ്റി പ്രസിഡന്റ് ആണ്, അല്ലെങ്കിൽ പള്ളി എന്ന് പറയാൻ കാരണം കുറച്ചുകൂടി ഞാൻ പറഞ്ഞത് ആളുകളൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ മറ്റു നല്ല ടോപ്പുള്ള ആളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അയാളെ കുറിച്ച് എന്ത് ചെയ്യാൻ? കുറ്റം പറയാൻ പോകണം. അപ്പൊ കുറ്റം പറയാൻ കാരണം ഇയാൾ ഉപദ്രവം സഹിക്കാൻ വയ്യ. അപ്പൊ അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട വാപ്പാട് പറയുന്നു, ഉമ്മാട് പറയുന്നു, അല്ലെങ്കിൽ പള്ളിയിൽ കാലിയോട് പറയുന്നു. അപ്പൊ അതെന്തല്ല? ഇയാളെ കുറിച്ച് കുറ്റാണ്, ഗീബത്താണ്. പക്ഷെ അതെന്തല്ല? അത് നമ്മളെ ഗീബത്തല്ല, മറിച്ച് അത് പറയണം. അതാണ് സ്വഹാബികൾ. ഒരിക്കല് സഹാബ വനിതകൾ സ്ത്രീകൾ അടിക്കാൻ വേണ്ടി അനുവാദം ചോദിച്ചു സഹാബികൾ. ഭാര്യമാര് പറഞ്ഞാൽ കേൾക്കണ്ടെന്ന് തോന്നുന്നു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അവർക്ക് അനുവാദം കൊടുത്തു. പിന്നെ അടി റബ്ബുവിന്റെ മുരു അടി. അതായത് അവിടെ ഉദ്ദേശിച്ചത് അതായത് ഇവിടെ എന്താ വെച്ചാല് സംഭവം എന്താ വെച്ചാൽ അവിടെ അനുസരണക്കേടിന് എന്ത് ചെയ്യണം എന്നുള്ളൊരു അനുവാദം. അടി എന്ന് പറഞ്ഞാൽ അതല്ല, എന്തെങ്കിലും എന്താണോ അവരെ ഒരു അതവ് പഠിപ്പിക്കാൻ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ സഹാബ വനിതകൾ നബിന്റെ അടുക്കൽ ഒന്ന് ചുറ്റുകൂടി, നബി എന്താണ് നിങ്ങള്? അപ്പൊ അവര് ഞങ്ങൾ ഭർത്താക്കന്മാർ ഞങ്ങൾ ഉപദ്രവിക്കുന്നുണ്ടല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഖൈറുക്കും ഖൈറുക്കും, നിങ്ങൾ ഏറ്റവും ഉത്തമൻ, നിങ്ങൾ ഭാര്യമാർ നല്ല ഇത് വന്ന് അടിക്കുന്ന ഒരു മോശക്കാരനാണെന്ന് റസൂൽ അത് അതിനെല്ലാം അനുവാദം നൽകിയത് എന്ന് പറയുന്നത്. അപ്പൊ അവരെ തിരുത്തുകയാണ് ഇപ്പൊ വായിച്ചത്. ഇവിടെ സ്വാഭാവികമായി അങ്ങനെ. അപ്പൊ ഇവിടെ സഹാബ വരുന്നുണ്ടോ? വീട്ടിൽ നിന്ന് എന്ത് ചെയ്തു? പ്രയാസപ്പെട്ടപ്പോ ആരുടെ അടുക്കലൊന്നു അതിനാണ് ഹദീസ് പറഞ്ഞത്. വീട്ടിൽ ഉപദ്രവിച്ചപ്പോ നേരെ നബിന്റെ അടുക്കലൊന്നും പറയണം വീട്ടുകാരനെ ഉപദ്രവിക്കുന്നു എന്ന് കുറ്റാണ്. സ്വർഗാവകാശികളായ സഹാബികളെ കുറിച്ചാണ് എന്ത് പറയുന്നത്? ഞങ്ങൾ അവരെ അന്യായമായി ഉപദ്രവിക്കുന്നു എന്ന് പറയാൻ വേണ്ടി വന്നത്. അപ്പൊ ഇത് പണ്ഡിതന്മാർ തെളിവ് കൊടുക്കുന്ന വെച്ചാൽ ഇങ്ങനെ ചുരുക്കത്താണ് പറഞ്ഞത്. ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് പ്രയാസം ഉണ്ടായാൽ അയാളെ കുറിച്ച് എന്ത് ചെയ്യാം? ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് അറിയിക്കുന്നില്ല, അത് ഗീബത്തിൽ പെടില്ല. അപ്പൊ ഇതാണ് ഒന്ന്. രണ്ടാമത് വിഷയം, രണ്ടാമത് മുഅറഫ് എന്ന് പറഞ്ഞാൽ ഒരാളെ കുറിച്ച് അത് ഹദീസ് പറഞ്ഞ നമുക്ക് വിശദീകരിക്കാം. ഒരാളെ കുറിച്ച് അറിയിക്കാൻ വേണ്ടി അയാൾ നേരത്തെ പറഞ്ഞു അയാളുടെ പോരായ്മകൾ പറയാം. ഉദാഹരണം, ഇപ്പൊ നമ്മൾ വന്നിട്ട് ഒരു മഹല്ല് വന്നു, മുഹമ്മദ് എന്ന് പറഞ്ഞു. നാസർക്ക് അവിടെ നാസർക്കാർ ഏത് നാസർ ചോദിക്കും അല്ലെ? അപ്പോ ചിലപ്പോ വട്ടപ്പേര് പറഞ്ഞാൽ ആ നാസറിന് അറിയുള്ളൂ. അങ്ങനെ അല്ലേ? പറഞ്ഞ മനസ്സിലാകുന്നില്ല. ചിലപ്പോ
ചിലപ്പോൾ അയാളുടെ മുടന്തനായിരിക്കും. അപ്പൊ മുടന്തൻ നാസർ അല്ലെങ്കിൽ വലിയ മുഹമ്മദ് അല്ലെങ്കിൽ ആ കള്ളം മുഹമ്മദ് നേരത്തെ ഒരു കള്ളക്കെ പിടിച്ചിട്ടുണ്ട് ഒരു കേസിൽ. അപ്പൊ ഞാൻ പറഞ്ഞ് മനസ്സിലാൻ വേണ്ടിട്ട്, അതായത് ഇവർ അങ്ങനെ പലരും പറഞ്ഞ പദങ്ങള് അഅ്മശ്, അഅറജ്, അന്ധൻ, ചെവിപൊട്ടൻ, അല്ലെങ്കിൽ പിന്നെ അംഗവൈകല്യമുള്ള ആള്, ഇങ്ങനെയൊക്കെ നമ്മൾ ഒരാളെ കുറിച്ച് പറയും. ഒരു നാട്ടിൽ വന്നിട്ട് ചോദിക്കാണ്. അപ്പൊ ഏത് മുഹമ്മദ് വെച്ചാൽ 25 മുഹമ്മദ് ഒരു നാട്ടിലുണ്ടാവും. ഏത് അഹമ്മദ് വെച്ചാൽ 16 ആൾക്കാരുണ്ടാവും. അപ്പൊ നമുക്ക് ഈ വട്ടപ്പേര് പറഞ്ഞ നേരത്തെ പറയണേ എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഇതെന്തല്ല, അയാൾക്ക് ഇഷ്ടമല്ല. അയാൾ കേട്ട ചിലപ്പോൾ അത് ദേഷ്യം വരും. ഏത് ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് അന്വേഷിക്കണം. അയാളെ അറിയാൻ വേണ്ടി, ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യാം, അയാൾക്ക് ഇഷ്ടമല്ലാത്ത പറയേണ്ടി വരും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? നിങ്ങൾ കാര്യം മനസ്സിലായോ? അതത്രേ ഉള്ളൂ. ഇനി ഇവിടെ പണ്ടുകാർ പറയുന്നത് കേട്ടോ, ഇനി അയാൾ അത് പറയാതെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ അതാണ് നല്ലത്. ഇത് പറയാതെ തന്നെ ഒരാൾക്ക് തറവാട് പറഞ്ഞാൽ അറിയുമെങ്കിൽ ഇത് പറയുന്നത്. അത് തന്നെ പോയിട്ട് കുട്ടി ചാൻസലിനെ വേണ്ടി നേരിട്ട് അടിച്ചുവിടരുത്. അപ്പോഴും സുൽസും പാലിക്കണമെന്ന്. ഇത്രേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ പോയിട്ട് ആളെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോ അയാളെ വട്ടപ്പേര് പറഞ്ഞാലേ അറിയുള്ളെങ്കിൽ അതെന്തല്ല അയാൾക്ക് ഇഷ്ടമല്ല. അയാൾ കേട്ടാ ഇഷ്ടപ്പെടൂല. പക്ഷെ അതെന്തല്ല കുറ്റമല്ല. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയം, മതവിധി ചോദിക്കാൻ വേണ്ടി ഒരാളെ കുറിച്ച് കുറ്റം പറയാം. മതവിധി, അതായത് ദീനീയപരമായ എന്താണ് ഇവർ. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ മറ്റേ ഹദീസ്, അതായത് ഒരു സ്ത്രീ മറ്റേ അയൽവാസി ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞ ഹദീസ് നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട് റസൂലേ. പക്ഷെ ആ സ്ത്രീ അയൽവാസിയെ കുറിച്ച് കുറ്റം പറയും. എന്തപ്പോ ഇങ്ങനെയൊക്കെ ചെയ്ത് എന്താ അവസ്ഥ റസൂലേ? എന്താണ് അവന്റെ അവസ്ഥ ഇങ്ങനെ പോയാൽ? മനസ്സിലായിട്ടോ? ഒരു ഫത്വ ചോദിക്കാൻ വേണ്ടി എന്ത് ചെയ്യാ? ഇപ്പൊ ഒരാള് ഹജ്ജിന് പോയി. അപ്പൊ നമുക്കറിയാം അയാൾ ഹജ്ജിന് പോയത് പലിശ പൈസ കൊണ്ടാണ്. അയാൾ ലോട്ടറി അടിച്ചപ്പോ കിട്ടിയ പൈസ കൊണ്ട് എന്ത് ചെയ്തു? ആള് ഹജ്ജിന് വന്ന് തീരുമാനിച്ചു. അപ്പൊ നമ്മളെ സാധിക്കും എന്താണ് ആള് ലോട്ടറി എടുത്ത് ഹജ്ജിന് പോകാൻ എന്താ ഇങ്ങനെ പോയപ്പോ എന്താ കിട്ടുക, കൂലി കിട്ടുമോ? അപ്പൊ അത് ഫത്വയാണ്. അയാളെ കുറിച്ച് എന്തല്ല, മറിച്ചാൽ എന്തല്ല, അയാളെ അപമാനിക്കും. അങ്ങനെ ചെയ്താൽ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം? അവിടെ ഇപ്പൊ നമുക്ക് പറയേണ്ടി വരും, നിങ്ങളിത് ചെയ്യാൻ പാടില്ല എന്ന് പോയി പറയും. അല്ലെങ്കിൽ ഇങ്ങനെ ഇയാൾ ചെയ്യൂല. മനസ്സിലാണ്ടോ? അതായത് ഫത്വ അതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം അതാണ്. ആ സഹാബ വനിതയെ കുറിച്ച് ഇങ്ങനെ എല്ലാ സൽക്കരവും ചെയ്യുന്നുണ്ട്. പക്ഷേ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ പോരായിരുന്നു ഫത്വ. അപ്പൊ എന്താണ് അവർ മാത്രമല്ല, പിന്നെ വേറൊന്ന്, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. എന്താണ് അബൂ സുഫിയാൻ? അവര് ഭാര്യ പേര് ഹിന്ദ് റളിയല്ലാഹു അൻഹ. ഹിന്ദ്. അപ്പൊ ഹിന്ദ് ബിൻത് ഉത്ബ റളിയല്ലാഹു തആല. അപ്പൊ അവർ നബിയുടെ അടുക്കൽ വരികയാണ്, ഭർത്താവിനെ കുറിച്ച് പറയാണ്. യാ റസൂലല്ലാഹ് ഇന്ന അബാ സുഫിയാൻ റജുലുൻ ഷഹീഉൻ. റസൂലേ, എന്റെ ഭർത്താവ് അബൂ സുഫിയാൻ പിശുക്കനാണ്. എന്താണ് നിങ്ങളെ കുറിച്ച് പിശുക്കനാണെന്ന് വേറെ ആള് പറഞ്ഞ ഇഷ്ടപ്പെടുവോ? ഇല്ല. പക്ഷെ ഭർത്താവിനെ കുറിച്ച് പറയും പിശുക്കനാണ്. എനിക്കും എന്റെ കുട്ടികൾക്കും വേണ്ട ചെലവിന് ശരിക്കും തരുന്നില്ല. എങ്ങനെയല്ലാതെ ഇല്ലാമാഹിത്തു, ഞാൻ എടുക്കണം. ഉപരെ ഇന്ന് എടുത്താൽ ഉപരെ പോക്കറ്റിന്നോ അല്ലെങ്കിൽ ഉപരെ മേഴ്സിന്നൊക്കെ എടുത്തു. മനസ്സില്ല അന്ന് എടുത്താൽ കേട്ടോളി, ഭർത്താവ് അറിയാതെ എടുക്കണം. അല്ല, അതാ ചെലവിന് തരുന്നില്ല. അതുപോലെ മക്കൾക്ക് എനിക്ക് തികയണില്ല. അപ്പൊ ഞാൻ അദ്ദേഹം അറിയാതെ എടുത്താല് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെലവ് മറ്റു കാര്യം നടന്നു പോകും. അപ്പൊ എന്തൊക്കെ ഇങ്ങനെ ചെയ്ത ഞങ്ങളുടെ കുറ്റം. ഇത് ഭർത്താവിനെ കുറിച്ച് നല്ല സ്വഭാവം പറഞ്ഞ അല്ല, ഇങ്ങനെ ചെയ്താൽ ഞങ്ങൾ കുറ്റമാവോ? പഠിച്ചോളൂ, ഞങ്ങൾ കുറ്റക്കാരാവോ? അപ്പൊ നിനക്ക് ആവശ്യമുള്ളത് നിനക്ക് നിന്റെ കുട്ടിക്ക് വേണ്ടി കൊടുത്തു. കേൾക്കണ്ട, വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കരുത്. ഇത്ര നമുക്ക് പറയാനുള്ളൂ. ഇപ്പൊ നല്ല രീതിയിൽ പോട്ടെ. നിങ്ങൾക്കൊക്കെ നല്ല ഞങ്ങൾ പിന്നെ ഒക്കെ നല്ല രീതിയിൽ നോക്കുന്ന മനസ്സിലാക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഹദീസ് കേട്ടിട്ട് പോയി ചെയ്യും. നാളെ പള്ളിക്ക് ഞാൻ ഇവിടെ അടുത്ത ആഴ്ച വരുള്ളൂ. ഉസ്താദ് പറഞ്ഞു കേട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞത് പറയുന്നു. അപ്പൊ ഒക്കെ എല്ലാത്തിനും ഒരു ഹിക്മത്തോടു കൂടി ചെയ്യാം. എന്ത് ചെയ്യാ? ഒരു യുക്തി വരാം. അതായത് കളവ് പറയാനും വേണം. എന്ത് അതിനും ഒരു ഇത് വേണം. നമ്മള് പറഞ്ഞല്ലോ 3 കളവ് പറയാൻ ഹദീസ് പറഞ്ഞേ. അപ്പൊ അത് കളവാണെന്ന് ആരറിയത്? നമ്മൾ പറഞ്ഞല്ലോ, രണ്ടുപേരും ഉണ്ടാക്കാൻ കളവ് പറയും കേൾക്കുന്നത്. കളവ് പറയാൻ അറിയാത്തവര് എന്ത് ചെയ്യും? കളവ് പറഞ്ഞാൽ പൊളിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഈ സന്ദർഭത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മറ്റേ ഹദീസ് ഇതിന്റെ അബൂ സുഫിയാൻ റളിയല്ലാഹുമായി ബന്ധപ്പെട്ടാണ്. എത്രണ്ണായി നമ്മൾ പറഞ്ഞു?
മൂന്നെണ്ണം പറഞ്ഞില്ലേ? ഒന്ന് മുത്തുന്നല്ല്, അതായത് എന്നെ ആക്രമിച്ചു, എന്നെ ഉപദ്രവിച്ചു എന്ന് പറയാ, എന്നെ ചീത്ത വിളിച്ചു. രണ്ട്, പരിചയപ്പെടുത്താൻ വേണ്ടി, ഒരാളെ കുറിച്ച് അറിയാൻ വേണ്ടി, മനസ്സിലായ അയാളെ കുറിച്ച് അറിയാൻ. അടുത്ത് എന്താ വെച്ചാൽ ഫത്വ ചോദിക്കാൻ, ഒരു മതവിധി എന്താണ് ആണ് രണ്ട് സംഭവം. അപ്പൊ അയാളെ കുറിച്ച് പുഷ്കാന്ന് പറഞ്ഞു, ആ സ്ത്രീ മറ്റൊരെ കുറിച്ച് ചീത്ത പറയുന്ന ആ സ്ത്രീയാണെന്ന് പറഞ്ഞു. അടുത്തത് ഒരു തിന്മ നീക്കം ചെയ്യാൻ വേണ്ടി ഒരാൾ ഒരു ദുസ്വഭാവം അല്ലെങ്കിൽ ഒരാൾ മോശക്കാരനാണ്, അയാളിൽ ആ സ്വഭാവം ഇല്ലാതാക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, നമ്മൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ പറയാ, സംസാരിക്കുക. രണ്ടുപേരും മറ്റാണ് കുറച്ച് മദ്യപാനുണ്ട്, നമുക്കൊന്ന് നിർത്തണം, എങ്ങനെ പോകും, ഇതെന്തല്ല അയാളെ കുറച്ച് മോശം സ്വഭാവം, നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് നന്നാക്കണം, നമ്മൾ എന്തൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഭാര്യ മക്കളുടെ ചില സ്വഭാവം ഉണ്ടാവും. അപ്പൊ ഭാര്യ ഭർത്താവ് കൂടി വന്നിട്ട് നമ്മുടെ മോന് ഇങ്ങനെ പോയാൽ വല്ല കാര്യം പോക്കാം, ഇങ്ങനെയൊക്കെ നിർത്തി എന്തൊക്കെ നമ്മൾ ചെയ്യാം. അപ്പൊ എന്താ ഇവിടെ മാനെ കുറിച്ച് കുറ്റം പറയല്ല, പിന്നെ ഒരാളെ കുറിച്ച് കുറ്റം, പക്ഷെ ആ കുറ്റം പറയുന്നത് ഒരുമിച്ചുകൂടി എന്തിനാ, നല്ല ഉദ്ദേശത്തിലാണ്. അപ്പൊ നമ്മൾ ചിലപ്പോൾ ചില കുടുംബക്കാരുടെ പ്രവർത്തനം, അല്ലെങ്കിൽ നമ്മളെ മീറ്റിംഗ് കൂടും, പള്ളിക്ക് പറ്റി ഏതെങ്കിലും വിഷയം ആളുണ്ട്, ആളെ കുറച്ച് മദ്യപാനം കൂടിയിട്ടുണ്ട്, എന്താ നിർത്താൻ എന്താ ചെയ്യേണ്ടത്, ഒരു പള്ളിക്ക് മീറ്റിംഗ് കൂടി, അയാളെ കുറിച്ച് കുറ്റം പറഞ്ഞോടെ, അയാളെ മദ്യപാനം, അയാളെ ജീവിതം, വഴിവിട്ട ജീവിതമൊക്കെ. അപ്പൊ ആളെ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ എന്താ നമുക്ക് ചെയ്യാം. അപ്പൊ ഇതെന്തല്ല, ഇത് ഗീബത്തല്ല, ഇത് പറയണം, ഇതിനു വേണ്ടി ഒരുമിച്ച് കൂടണം. എന്തിനാ ലക്ഷ്യം? ഇയാളുടെ പോരായ്മകൾ, ഇയാളുടെ കുറവുകൾ അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, നികത്താൻ വേണ്ടി, അയാളെ നല്ല ആളാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം. അപ്പൊ നമുക്ക് വേറെ ഹെൽപ്പ് ചെയ്യണം, മറ്റാൾ അങ്ങനെ ഉണ്ട്, അത് നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ അയാൾ നിസ്കരിക്കുമ്പോൾ സുജൂദ് ചെയ്യുമ്പോൾ ലോട്ട് ചാടിപ്പോയി. അപ്പൊ എന്തോ ഒരു പ്രശ്നം ഉണ്ടാവും, നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ അല്ലെ അങ്ങനെ ഉണ്ട്, ലോട്ട് ചാടിപ്പോയി. ഞാൻ ഒരു ദിവസം ജുമ്മ കഴിഞ്ഞ് ഒരാൾ പോയി വണ്ടി, ജുമ്മ വെള്ളിയാഴ്ച ടിക്കറ്റ്, ജുമ്മ കഴിഞ്ഞ് നേരെ വണ്ടിയിൽ നിന്ന് ടിക്കറ്റ്. എന്ത് മനുഷ്യന്മാർക്ക് എന്ത് പറ്റും? ഞാൻ പറഞ്ഞതാണ്, ഇവര് ഈ ഖുർആൻ കൃത്യമായിട്ട് ഹറാമാക്കിയ മദ്യപാനത്തോട് പറഞ്ഞ വിഷയമാണ്. അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കാം. അപ്പൊ എന്താ അപ്പോ ഒരാളുടെ പോരായ്മ അല്ലെങ്കിൽ ഒരാളുടെ ഇതില്ല, പോരായ്മ ഇല്ലാതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ന്യൂനതകൾ പരസ്യപ്പെടുത്തുന്നത് എന്നല്ല, അത് ഗീബത്തിൽപ്പെടില്ലാതെ. ഇനി അടുത്തത്, ഇനി ഇനി അടുത്തത് ഒരാളെ കുറിച്ച് താക്കീത് ചെയ്യാം. അതായത് ബി കെയർഫുൾ, മക്കളെ കുറിച്ച് നീ ആ മറ്റവന്റെ കൂട്ടുകൂടരുത്, അവൻ ഇന്ന സ്വഭാവം ഉണ്ട്, നീ അത് പഠിക്കും എന്ന് പറയില്ല. നമ്മൾ കുട്ടികളുടെ വളരില്ലേ. അപ്പൊ വേറെ ആളെ കുറിച്ച് എന്ത് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യും, അയാൾ കുറച്ച് മോശക്കാരനാണ്, അയാളുടെ ഒപ്പം കൂട്ടുകൂടിയാൽ അല്ലെ, അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ അത്തരം വിഷയത്തില് ഒരാളെ, ഒരു സമൂഹത്തിൽ ഒരാൾ മഹാവൃത്തിയോട് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്ന ആളാണ്, തിന്മ ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും അതെല്ലാവർക്കും അറിയും. അപ്പൊ ആ കാര്യത്തെ കുറിച്ച് അത് നീക്കം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, മീൻസ് നീക്കല്ല, ഇവരെ കുറിച്ച് മുന്നറിയിപ്പ്. നിങ്ങളിപ്പോ അവരൊപ്പം കൂട്ടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അരിക്കാൻ അറിയില്ല, അരിക്കാൻ അറിയണം, മറ്റാൾ പാർട്ട്ണർഷിപ്പ് കൂട്ടുവിടാൻ പോകുന്നത്. അപ്പൊ അയാളാടെ 3 ആൾക്കാരെ പറ്റിച്ചാലാണ്. അപ്പൊ എനിക്കതറിയും, വലിയ ചില ആൾക്കാർ അരിക്കാൻ അറിയില്ല. അപ്പൊ ഞാൻ പറയാം, നിങ്ങളിപ്പോ പാർട്ട്ണർഷിപ്പ് മറ്റാൾ ശരിയില്ല, അയാള് എന്നെ 2-3 ആൾക്കാരെ പറ്റിച്ച. അപ്പൊ എന്താ ഇതെന്തിനാ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ പെടാതിരിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയാനാണ്. അപ്പൊ അതിന് പറയുന്ന ഹദീസുകൾ, 1-2 ഹദീസ് ഞാൻ പറയാം. ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബിൻത് ഖൈസ് ഒരു സഹാബ വനിതയാണ്. അപ്പൊ സഹാബ വനിത എന്ന് പറഞ്ഞു, അത് ആ ഭർത്താവ് മരിച്ചപ്പോൾ യുദ്ധ കഴിഞ്ഞപ്പോൾ 2 പേർ വിവാഹം കഴിച്ചു. ഒന്ന് അബൂ ജഹലും മറ്റൊന്ന് മുആവിയ റളിയല്ലാഹു. 2 സഹാബികളാണ് വിവാഹം നിശ്ചയിക്കാൻ പറ്റുന്നത്. ശ്രദ്ധിക്കണേ, നമ്മൾ സാധാരണ നാട്ടിൽ ഒരു പ്രയോഗമുണ്ട്, 100 നുണ പറഞ്ഞെങ്കിലും ഒരു കല്യാണം നടത്താം. എങ്ങനെയുണ്ട്, എന്ത് ബടായി പറഞ്ഞു, ആള് തങ്കപ്പെട്ട, അവൻ താമരാക്ഷനാണ് പറയും. എന്റെ അർത്ഥം ഫുള്ള് വെള്ളത്തിലാണ്. എന്റെ അർത്ഥം നമ്മൾ താമരാക്ഷൻ പറയുമ്പോ താമര എവിടെ ഉണ്ടാകുക, വെള്ളത്തിൽ. ഫുള്ള് തന്നെയാണെന്ന് പറഞ്ഞത്, പങ്കജം പോലെ ഉണ്ട് കൊണ്ട് പറഞ്ഞിട്ട് പോയി. ഫുള്ള് 1-ാം ദിവസം തന്നെ വെള്ളടിയാണ്. നുണ പറയരുത്, നിങ്ങൾ എന്ത് ചെയ്യരുത്, വളരെ ശ്രദ്ധിക്കണം. അപ്പൊ ആ കാര്യം നമുക്ക് ചോദിച്ചു, അബൂ ജഹലും മുആവിയ കല്യാണം ഞാൻ എന്താ ചെയ്യേണ്ടത്, റസൂലിനോട് ചോദിക്കാൻ മനസ്സിലാ. റസൂലിനോട് ഫാത്തിമ ബിൻത് ഖൈസ് ചോദിക്കാണ്, 2 പേര് എന്നെ വിവാഹം കഴിച്ചത്, ഞാൻ ആരെയാണ് കല്യാണം കഴിക്കേണ്ടത്?
അപ്പോ റസൂൽ പറയാണ് ഈ അബൂജഹൽ നിന്റെ പുറത്തുനിന്ന് വടിയെടുക്കൂല. അബൂജഹൽ നിന്റെ പുറത്തുനിന്ന് വടിയെടുക്കുന്ന പൊതിരെ കിട്ടും നിനക്ക്. എന്നാണ് കല്യാണം കഴിച്ചാല് ഉപരി നല്ല കിട്ടും, അലക്കല്ല് പോലെ നല്ല കിട്ടുകയാണ്. മുമ്പർക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. അതെന്താ മുമ്പ് കുറ്റം പറഞ്ഞാണ്. പക്ഷെ ഇവിടെ എന്താ കുറ്റം എന്തിനാ പറഞ്ഞത്? പിന്നെ അവസാനം തങ്കപ്പെട്ട നമ്പർ 1 എന്ന് പറഞ്ഞ് കല്യാണം കഴിച്ച് ഫസ്റ്റ് തന്നെ അടി കിട്ടിയാലേ നേരെ വരും നബീനെ എടുക്കുന്ന റസൂൽ എന്ത് പണി ഞങ്ങൾ കാണിച്ചു തരും. അപ്പൊ മനസ്സിലായിട്ടോ? അപ്പൊ അയാളുടെ സ്വഭാവം അനുസരിച്ചിട്ട് നല്ല കിട്ടും. കിട്ടണമെങ്കിൽ കിട്ടിക്കോ. അദ്ദേഹം ഒരു ദരിദ്രനാണ്, പൈസ ഒന്നുമില്ല. നീ വല്ലാണ്ട് കല്യാണം കഴിച്ച് പിന്നെ അത് വേണം ഇത് വേണം വേണ്ടത് മാത്രമല്ല. ചില റിപ്പോർട്ടിൽ അദ്ദേഹം യാത്ര പോകുന്ന ആളാണ്, സഞ്ചാരിയാണ്, ഇടയ്ക്കിടയ്ക്ക് യാത്ര പോകും. പിന്നെ എന്താ കാണാനില്ല, അയ്യോ പുതിയാപ്പിള ഒരു കാണാനില്ല എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരും. അപ്പൊ എന്താ അതിന്റെ അവസാനം ഉസാമാറുള്ളാന്റെ ആണ് കല്യാണം കഴിക്കുന്നത്. അത് രണ്ടല്ല വേറെ പ്രവാചകൻ നിശ്ചയിച്ച് വിവാഹം കഴിക്കുന്നത്. അപ്പൊ ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ അടുത്ത അയൽവാസി വരും, സ്വാഭാവികം ചോദിക്കും. നമ്മളോട് ചോദിക്കലുണ്ട്, പള്ളി കമ്മിറ്റി ഒന്ന് ചോദിക്കും, പോലീസിന് ഒരാള് പിന്നെ ഞങ്ങൾ വിവാഹം ചെയ്തിട്ട് എങ്ങനെ ഞാൻ പറയും പള്ളിക്ക് വരും. ഞാൻ പറഞ്ഞു പിന്നെ ജുമയ്ക്ക് എപ്പോഴും കണ്ടെങ്കിൽ ഓർമ്മയുണ്ട്. അവിടെ നിസ്കരിക്കുന്നുണ്ട്. ഏതോ ഒരു ജുമയ്ക്ക് കണ്ടെനിക്ക് ഓർമ്മയുണ്ട്, ഫർദിന് ഞാൻ കണ്ടെനിക്ക് ഓർമ്മയില്ല. പിന്നെ പെരുന്നാളിൽ കൂടുതൽ ആൾക്കാരുണ്ടാവും കണ്ടിട്ടില്ല. അപ്പൊ ഉള്ളത് പറയണം. കാരണം അവർ നിസ്കരിക്കാതെ കടന്നു പറയാം, അവൻ നാളെ പള്ളിയിൽ 1-ാം സഭയിലുണ്ടെന്നൊക്കെ പറയാം. നമ്മളോട് ചോദിക്കാം. അപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ച് പോട്ടാൻ തരുത്. അതുപോലെ മദ്യപാനം ദയവ് ചെയ്ത് നിങ്ങളുടെ മക്കൾക്കാണ് അവസ്ഥയെങ്കിൽ നിങ്ങൾ ആലോചിച്ചു. ഫസ്റ്റ് ദിവസം കല്യാണം കഴിച്ച് മദ്യപിച്ച ആളുകൾ ഇപ്പോഴും ഭയങ്കര സങ്കടത്തിൽ കഴിയുന്ന. കാരണം വലിയ ഈ ബ്രോക്കർമാർ പൈസ കിട്ടിയാൽ മതിയല്ലോ. അവർ ഈ കള്ളത്തരവില്ലാത്ത നുണയൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, തങ്കപ്പെട്ട വല്ലാത്ത താമരാശനാന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിക്കും. ഫുള്ള് വെള്ളമായിട്ട്. അപ്പൊ ഇങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മുടെ ഒരു വാക്കാണ് കുടുംബജീവിതമാണ്. എങ്ങനെയെങ്കിലും കഴിയാം. ചിലപ്പോ സ്വത്ത് വിറ്റ് തുലയ്ക്കുന്നതിനായിരിക്കും, ചിലപ്പോ മഹാ തെമ്മാടിയായിരിക്കും. ഇത് നാട്ടുകാർക്കാമോ പറയാം. നമ്മളെ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ വിവാഹത്തെ ഒന്ന് ശ്രദ്ധിക്കും. ഞാൻ പല നമ്മൾ അതാണ് അന്വേഷിക്കുക. അപ്പൊ നമ്മുടെ അയൽവാസികൾ പറഞ്ഞാൽ മൈന്യൂട്ട് മിസ്റ്റേക്കുകളല്ല ഉദ്ദേശിച്ചത്. ഏത് ചെറിയ ചെറിയ പോരായ്മകളല്ല, മറിച്ച് പ്രത്യക്ഷമാണ്. ലഹരി ഉപയോഗിക്കുന്നു, മദ്യപാനം, അല്ലെങ്കിൽ ഫുൾ കച്ചറയാണ്, സാമ്പത്തിക ക്രമക്കേട് നടത്തുന്നത്, മോഷണ കള്ളനാണ്, കക്കുന്ന ആളാണ്, അല്ലെങ്കിൽ പിന്നെ വീട്ടിലൊരു എല്ലാരും മർദ്ദിക്കുന്ന ആളാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ നമ്മളോട് ചോദിച്ചാൽ എന്താണ്? ഇപ്പൊ വാപ്പാനെ പിടിച്ച് മകൻ അടിച്ചു. ഇപ്പൊ വാർത്ത നടക്കുന്നത് വാപ്പാനെ പിടിച്ച് മകനും മകന്റെ കൂട്ടുകാരനെ അടിച്ചു. ഇപ്പൊ അടുത്ത വാർത്ത വാപ്പാൻ ആരിനടിച്ച്. എന്റെ വാപ്പ എന്നറിയോ? വിവാഹം അന്വേഷിക്കാൻ പറഞ്ഞു. വീട്ടിൽ അന്വേഷിക്കാൻ വന്നപ്പോ എന്റെ മോനെ കൊടുക്കരുത് പറഞ്ഞു. അല്ല എന്താണ് ഈ വാപ്പ കളിച്ചു? അവർ വാപ്പാക്ക് സ്നേഹം ഉണ്ടാ മക്കളോട്. കാരണം അവരുടെ മോളാണെങ്കിലോ അത് പറഞ്ഞു. അവര് ചോദിച്ചു വാപ്പ അങ്ങനെ മകനെ അന്വേഷിച്ച് വാപ്പാന്റെ വാപ്പ ദയവ് ചെയ്താണ് നിങ്ങൾ മോളെ കൊടുക്കരുത്. മകൻ ആ കൂട്ടുകാരെ വിളിച്ചിട്ട് പൊരു അടി വാപ്പാൻ. കാരണം അത് വേറൊന്നല്ല, അയാൾ പറഞ്ഞ അതിന്റെ പരിധി. കാരണം എന്റെ മകൻ വേറൊരാളെന്ത് ചെയ്യാൻ പാടില്ല. ഒരു കുട്ടിയെ നശിപ്പിക്കരുത്. അവര് തോന്നിയ പോലെ പോയി കുട്ടി മക്കളുണ്ടായില്ല, ദാരിദ്ര്യം പട്ടിണിയും ഇവര് അടിക്കുകയും ചെയ്ത ആര് എന്തെല്ലാം ഒരു ഭാര്യമാര് ശരീരത്തിൽ സിഗരറ്റ് വലിച്ച് പൊള്ളിപ്പിക്കുന്ന ആളുകൾ പലരും പറയാൻ നടക്കാണ്. അത് മദ്യപിച്ച് എന്താ ചെയ്യുന്ന അറിയാം. കുട്ടികളെ പൊള്ളിക്കുന്നു, കുട്ടികളെ കാലുവാരി തറ. എത്ര പരിക്കുകൾ ഓരോ വീടുകളിൽ പല വീടുകൾ അറിയാത്താണത്. ക്രൂരന്മാരാണ് ചില ഭർത്താക്കന്മാരെ. എല്ലാവരും കേട്ടോ മുന്നിൽ നിർത്തിയിട്ട് പറയാൻ അതൊക്കെ നമ്മൾ ചെയ്യണം. ആ ക്രൂര സ്വഭാവങ്ങള് അല്ലെങ്കിൽ അത്ര ദുഷ്ട സ്വഭാവങ്ങൾ അറിയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അത് പെങ്ങളാണ്. ചില പെങ്ങള് ദയവ് ചെയ്ത് താങ്കൾക്ക് മഹാവൃത്തികെട്ടവരാണ്, ദയവ് ചെയ്ത് അവിടെ പോകരുത് പറയണം. എന്റെ അങ്ങനെയല്ലേ എങ്ങനെയും കെട്ടിക്കോട്ടെ. അവന്റെ ഡ്രസ്സ് എടുക്കുമ്പോൾ 1 ലക്ഷം കിട്ടിയാൽ എനിക്ക് കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്ത് തരും. മറ്റേ എന്ത് ചെയ്യരുത്, ഫൂളരുത്. ഇപ്പത്തെ അങ്ങനത്തെയാണ്. സ്ത്രീധനം കിട്ടിയാൽ എന്ത് ചെയ്യും? പെങ്ങൾക്ക് കുട്ടികൾക്ക് ഡ്രസ്സ് കിട്ടും. ദയവ് ചെയ്ത് അങ്ങനെ പറയരുത്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ട് ആ രംഗത്ത് സ്കൂളിൽ മാതൃകയാണ്. അവരെ പോരായ്മയാണ് പറഞ്ഞു. ഒരാൾ അടിക്കും, ഒരാളെ ദരിദ്രനാണ്, ഒരാൾ യാത്ര പോകുന്നതാണ്. അത് വേണ്ട, അത് ചേട്ടൻ നിങ്ങൾക്ക് പ്രയാസമല്ല. ഇതാണ് ഒരു സ്വഭാവം. യുവർ ചോയ്സ്. ഞാൻ പറയേണ്ടി പറഞ്ഞു, ബാക്കി നിങ്ങൾക്ക് അതാണ്. അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് അനുഭവങ്ങൾ. അപ്പൊ ഇനി അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഈ ഫത്വ ചോദിച്ച് ചില ആളുകൾ കുറിച്ച് വരും. അപ്പൊ അവര് ഇതുപോലെ നമ്മൾ പറഞ്ഞ വിഷയമാണ് ഈ താക്കീത്. നമ്മൾ ഒന്നുകൂടെ അങ്ങോട്ട് പറയാം. മുഹദ്ദിർ. ആ മുഹദ്ദിർ എന്ന് പറഞ്ഞാല് നേരത്തെ പറഞ്ഞ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇരിക്കുകയാണ്.
ആയിഷ റളിയല്ലാഹു അപ്പൊ ആയിഷ റളിയല്ലാഹു ഇരിക്കുമ്പോ ഒരാളിങ്ങനെ നബിയുടെ അടുക്കിലേക്ക് വരികയാണ്. ഒരാൾ അപ്പൊ ആയിഷ റളിയല്ലാഹു പറഞ്ഞു, നബിയോട് മഹാമോശക്കാരനാണ് വരുന്ന ആളുടെ തനി മോശക്കാരനാണ്. ആരോടാ പറയണം? നബിയോട്. അല്ല, ആയിഷ റളിയല്ലാഹു പറയുന്നത് ഇയാളിനെ ആർക്കും അറിയില്ല, ആയിഷ റളിയല്ലാഹു അറിയില്ല. അപ്പൊ ആയിഷ റളിയല്ലാഹു പറയണത് ഇയാള് വളരെ മോശപ്പെട്ട മനുഷ്യനാണ് വരുന്നത്. അങ്ങനെയാണ് വന്നിരുന്നു. നബിയുടെ അടുത്ത് വന്നിരുന്നു. നബിയോട് സംബന്ധിച്ച് വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ നല്ല രീതിയിൽ ചിരിച്ച് വളരെ ലൈനായിട്ട് സംസാരിച്ചു. അങ്ങനെ അയാൾ പോയി സംസാരം കഴിഞ്ഞത് മുസ്ലിമല്ല, അത് മുസ്ലിമായിട്ടില്ല. ആള് പോയി. അപ്പൊ ആയിഷ ചോദിച്ചു, അല്ല റസൂൽ നിങ്ങളല്ലേ പറഞ്ഞു അയാള് വളരെ മോശക്കാരനാണ്, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതിനോട്. എന്നിട്ട് നിങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യുന്നു? വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ മാന്യമായി സംസാരിക്കുന്നു. അപ്പൊ റസൂൽ പറയണം, ആയിഷ അയാളെ പേടിച്ചിട്ടാണ് മര്യാദയ്ക്ക് സംസാരിച്ചത്. അയാളെ കാരണം അങ്ങനെ ഉണ്ടല്ലോ, ചില ആൾക്കാരെ ചെയ്യാൻ പാടില്ല, അവരെ നമ്മൾ ഒഴിവാക്കി പരിസരമാക്കാറില്ലേ എന്ന് റസൂൽ അയാൾ ഒഴിവാക്കിയതാണ്. അയാളോട് അങ്ങോട്ട് മഹാദുഷ്ട സ്വഭാവമാണ്. അപ്പൊ എന്ത് ചെയ്യാം? അയാൾ എന്ത് ചെയ്യാം? അങ്ങനെ അതൊക്കെ പഠിക്കാൻ ഹിക്മത്താണ്. ചില ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യും? ഹാൻഡിൽ ചെയ്യുക. അങ്ങനെ അവരെ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പഠിക്കണം. അത് മെല്ലെ എന്ത് ചെയ്യുക? അയാളെ മെല്ലെ ഒഴിവാക്കുക. അയാളെ മെല്ലെ അല്ലെങ്കിൽ നമ്മളവിടെ മെല്ലെ സൈഡാക്കുക. അപ്പൊ അത് ഇയാളെ ഒഴിവാക്കിയതാണ്. ഇയാളെ പേടിച്ചിട്ട്. കാരണം എന്താ തൊള്ളിന്ന് വരുന്നത് അറിയില്ല, എന്താ പ്രവർത്തിക്കാന്നറിയില്ല, എന്താ പറയാന്നറിയില്ല. അങ്ങനല്ലോ ചില ആൾക്കാർ എന്ത് ചെയ്യാനില്ല. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ ഉണ്ടാവും. അത് ഈ ഹദീസ് പഠിപ്പിച്ചെന്തിനറിയോ? ഒരു മഹലിൽ അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. അപ്പൊ അയാൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അയാൾ നമ്മൾ പറഞ്ഞു ഒരിക്കലും ജയിക്കാൻ കഴിയില്ല, സമർത്ഥിക്കാനും കഴിയില്ല. അപ്പൊ അയാൾ എന്ത് ചെയ്യാ? അയാളെ ഹാൻഡിൽ ചെയ്യുക. അയാൾ ഒന്നുകിൽ നമ്മളെ മെല്ലെ ഉണ്ടാക്കുക, അല്ല അയാളെ മെല്ലെ ഒഴിവാക്കുക. അപ്പൊ റസൂൽ പറയണത്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും മോശക്കാരനായ ആള്, മോശക്കാരനായ മനുഷ്യൻ, അയാളെ പേടിച്ചിട്ട് ആൾക്കാർ അയാൾ മാറി നിൽക്കുന്നത്. അയാളെ പേടിച്ചിട്ട് എന്ത് ചെയ്യാ? ജനങ്ങൾ മാറി നിൽക്കുക. അയാൾ സംസാരിക്കുന്നു. അയാളുടെ സംസാരം എന്തൊക്കെ വായിക്കുന്നത്. അപ്പൊ അയാളെ പേടിച്ച ആൾക്കാർ അധികം സംസാരിക്കില്ലായിരുന്നു, മാറി. പിന്നെ അയാളെ പറ്റിയ ആൾക്കാരുണ്ടാവും, അവിടെ സംസാരിച്ചു. അപ്പൊ നല്ല മനുഷ്യന്മാർക്ക് സംസാരിക്കാൻ പറ്റിയ ആൾക്കാരുണ്ടാവും. അവരെ നന്നാക്കാൻ കഴിയില്ല നമുക്ക്. അത് പഠിച്ചോട്ടെ വിചാരിക്കണം. അപ്പൊ നമ്മൾ അവിടെ തർക്കിച്ചിട്ടും വഴക്കൊണ്ടിരുന്നല്ല അവര് അപ്പൊ നമ്മൾ അവരെ ഹാൻഡിൽ ചെയ്യുന്നത് കൂടി പഠിക്കണം. അപ്പൊ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആർന്നായി വിചാരിക്കുന്നു. നമുക്ക് എണ്ണി നോക്കാം. പിന്നെ ആദ്യം മുതൽ അല്ലേ ഒന്ന് എനിക്ക് പറയാതെ വിട്ടുപോയത് മുത്തല്ലി അല്ലെ മദ്ലൂം, ആക്രമിക്കപ്പെട്ട ആൾ. അപ്പൊ അവന്റെ മുൻപ് കേൾക്കുന്നുണ്ടല്ലേ? നിങ്ങൾ പറയേണ്ടി വരും. ഓരോന്ന് നോട്ട് ചെയ്യണം. ആ ബുക്കിൽ തന്ന അതിനാണ്. പേനല്ല, പേന കൊടുത്തില്ല, ഒന്ന് എഴുതണം. അത് നമ്മൾ ഇത്തന്നെ ക്ലാസ് കൂടി മറന്നു പോകും. മുത്തല്ലി ആക്രമിക്കപ്പെട്ട ആള് അല്ലെങ്കിൽ മദ്ലൂം, മുഅറഫ് പരിചയപ്പെടുത്തുക, ആളുകളെ പരിചയപ്പെടുത്താൻ വേണ്ടി. അതുപോലെ തന്നെ മുഹദ്ദിർ, മുഹദ്ദിർ പറഞ്ഞാൽ ഇങ്ങനെ വാണി കൊടുക്കുക. ഇയാൾ ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞു റസൂൽ ആയിഷ പറഞ്ഞില്ലേ, ഇയാൾ ശ്രദ്ധിക്കണേ, പിന്നെ ശ്രദ്ധിക്കണം. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോ ബിദ്അത്ത് ചെയ്ത് ശിർക്ക് ചെയ്യുന്ന ആളുകൾ, ബിദ്അത്ത് നിങ്ങൾ അവിടെ പോരുത്, ആ കൂട്ടർ ശിർക്ക് ചെയ്യുന്ന നിങ്ങളെ നരകത്തിലേക്ക് എത്തിക്കും. നിങ്ങളോട് ഇല്ലാത്ത പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ ബിദ്അത്തിലേക്ക് എത്തിക്കും. ആ അവരൊപ്പം കൂടിയാൽ. കാരണം ഇല്ലാത്ത ദിക്റുകളും ദുആകളും പിന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ എല്ലാ ഈമാൻ നഷ്ടപ്പെടുത്തും. അപ്പൊ അവരെ കുറിച്ച് എന്ത് ചെയ്യണം? ബിദ്അത്ത് ചെയ്ത് ശിർക്ക് ചെയ്യുന്ന ആളുകളെ കുറിച്ച് എന്ത് ചെയ്യണം? മുവഹിദീങ്ങൾ, നല്ല മനുഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കണം. അതെന്തല്ല അവരെ കുറിച്ച് എന്താ ഒരു പ്രസംഗത്തിലൊക്കെ അവരെ കുറിച്ച് കുറ്റം പറഞ്ഞു ചോദിക്കരുത്. മനസ്സിലാട്ടോ? നമ്മളൊരു വീട്ടിൽ നമ്മൾ പറയുന്ന കുട്ടികളോട്, മോനെ നീ പോകുമ്പോഴേ അവിടെ ഇന്ന ഗൾഫിക്കാൻ പോണ്, അവിടെ നല്ല കൂട്ടുകാരൻ, മറ്റേ പോലെ ആ മറ്റേ കൂട്ടുകാരൻ അവൻ ഇവിടെ ശല്യം സഹിക്കാൻ പറ്റാൻ അങ്ങോട്ട് വിട്ടത്, അവനോടൊപ്പം പോയി കൂട്ടുകൂടലേന്ന് പറയും. അതാ അത് അവൻ മോശക്കാരനായിരുന്നു. അതല്ല, ഇവരോട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന കുട്ടികളോട് ശ്രദ്ധിക്കും. ഇനി അതായത് പിന്നെ പരസ്യമായി തെറ്റ് ചെയ്യുന്ന ആളുകൾ, അതായത് പരസ്യമായിട്ട് എന്ത് ചെയ്യും? ഇയാള് പിന്നെ ഫിസ്കൊക്കെ വളരെ പരസ്യമായിട്ടാണ്. അപ്പൊ അങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യാം? അത് പരസ്യമായിട്ട് അത് ഓപ്പണാണ്. പിന്നെ തെറ്റുകൾ, പോരായ്മകൾ നമ്മൾ പറഞ്ഞു. ഒരാളെ പോരായ്മ നികത്താൻ വേണ്ടി എന്ത് ചെയ്യാം? നമ്മൾ വീട്ടിൽ കൂടിയിട്ടാണ് നമ്മൾ തീരുമാനിച്ചത്, നമുക്ക് ആളൊന്ന് ശരിയാക്കണം, നല്ല മനുഷ്യരായിരുന്നു, എന്ത് പറ്റിയോ അപ്പൊ നമുക്കൊന്ന് ശ്രദ്ധിക്കണം, എന്തോ ഒരു പ്രശ്നമുണ്ട്, ആൾ നമുക്ക് ശരിയാക്കും എന്ന് പറഞ്ഞാൽ. പിന്നെ ഫത്വ ചോദിക്കുക. ഇങ്ങനെയാണ് ഒരാൾ എന്താ നിനക്ക് നിനക്ക് ഓർമ്മ വരാൻ വേണ്ടി ഞാൻ ഉദാഹരണം പറഞ്ഞു. ഒരു ലോട്ടറി ഹജ്ജിന് പോയ ഉദാഹരണം പറഞ്ഞു മാത്രം. ഒരു ഫത്വ ചോദിക്കുക, ഞാൻ നരകത്ത് പോയാൽ സ്ത്രീ. അപ്പൊ എന്താ പോലെ പുഷ്കനായ ഭർത്താവ് എന്തൊക്കെ ചെയ്യുക, എന്തെങ്ങനെയൊക്കെ ഇപ്പൊ ചെയ്താലും എന്തായിരിക്കും അവസ്ഥ എന്ന് ഫത്വ ചോദിക്കുക. അറിഞ്ഞായില്ല, നീ ഓരോന്നോരോരുത്തർ പറയും.